ഇതിനായിട്ട് സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിടാണ്ട് പുഴുങ്ങിയതാണ്. ഈ ഉരുളക്കിഴങ്ങിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഇത് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലത്ത് കുറച്ച് കട്ടയൊക്കെ ഉണ്ട്. നമ്മളിനി മസാല ഉണ്ടാക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഉടയ്ക്കാം കേട്ടോ. ഇത് ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാം കേട്ടോ. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഇത്രയും സാധനങ്ങൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം കേട്ടോ. കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തുമ്പോഴത്തേക്കും മാവ് പൊട്ടിപ്പോവും. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് ഉടയ്ക്കാവോ അത്രയും നന്നായിട്ട് ഇത് ഉടയ്ക്കും. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ മല്ലിയില. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. ആ യോജിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ അകത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കട്ടയൊന്നും ഇല്ല കേട്ടോ. നല്ല പേസ്റ്റ് കണക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിനായിട്ട് ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പം ഇത് കുഴച്ചിട്ട് കുറച്ച് സമയം വെച്ചിരുന്നാണ്. ഇത് ഒന്നുകൂടെ ഇതാക്കിയ ശേഷം ഇത് പരത്തിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസായിട്ട്. ഇനി ഇത് പരത്താം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് മാവ് എടുക്കേണ്ടത് കേട്ടോ. അതായത് ഇതുപോലെ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. ഇതിനായിട്ട് മാവ് ഉരുളയായിട്ട് എടുത്തതിന് ശേഷം ഇതൊരു പൊടിയിലേക്ക് ഇട്ടിട്ട് 2 വശവും അപ്പുറം ഇപ്പുറമായിട്ട് പരത്തട്ടെ. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ. ഇനി ഇത് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം. അതും ഒരു സൈഡിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിനിങ്ങനെ ക്ലോസ് ചെയ്യാം. ഈ അറ്റമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഒന്ന് പൊടിയിൽ മുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം പരത്താനായിട്ട്. അതല്ലെങ്കിൽ ഇത് മാവെല്ലാം കൂടെ പുറത്തേക്ക് പോരുകയും ചെയ്യും, ഇത് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇത് കണക്കെ നന്നായിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കട്ടയോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഇത് കണക്കെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇത് ചൂട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശത്തവ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തൂക്കുന്നുണ്ട്. ഇത് കാസ്റ്റേണിൻ്റെ തവ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ആദ്യമേ കുറച്ച് എണ്ണ ഒഴിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചൂട് ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം. ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം തിരിച്ചും മറിച്ചിടാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ.
ഇതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഇത്. ഇത് കണക്കെ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് കറിയൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് തൈരാണ്. തൈരിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്